നമുക്ക് നല്ല കുടംപുളി ഇട്ട് കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കാം. ആദ്യം തന്നെ കുറച്ച് ഉലുവ എടുത്ത് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഉലുവ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് അരയ്ക്കാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മഷി പോലെ അരച്ച് വെച്ച മസാല, അതായത് ആ ഉലുവയൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെയും നന്നായിട്ട് സോട്ട് ചെയ്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് പതിയെ കുടംപുളി, ഞാൻ ഓൾറെഡി കുടംപുളി ഇട്ട് വെള്ളം ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം മുമ്പ് തന്നെ. ആ പുളി ഇട്ട വെള്ളം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ആ വെള്ളം ആഡ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യാനുസരണം പുളി എടുക്കുക. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പുളി അധികം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, പുളി കൂടിപ്പോയെന്നോർത്ത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് പതിയെ മീനൊക്കെ ഇടാം. ഈ മസാലയാണെങ്കിലും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ആവശ്യാനുസരണം, എണ്ണയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുത്താൽ മതി, എരിവാണെങ്കിൽ കൂടിയും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാളാഞ്ചി മീനാണ്. നിങ്ങളുടെ നാട്ടിലെ മീൻ എന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ കോട്ടയത്ത് ഇത് കിട്ടും. കാളാഞ്ചി എന്നാണ് ഈ മീനിൻ്റെ പേര്. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പില ഒന്നിട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് തൂകിയിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ കറക്കിയെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു മണമൊക്കെ വരും. അങ്ങനെ കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.